back to our channel Ice Vlogs. അപ്പോൾ അവിടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മന്തി ഉണ്ടാക്കലാണ്. നിങ്ങൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി നമുക്ക് ചിക്കൻ മസാല പുരട്ടാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് ആദ്യം നമുക്ക് ഒരു ഡ്രൈ ലെമൺ ഇടാം. ബാക്കിയുള്ള ഈ സ്പൈസസ് എല്ലാം കൂടി വേണം. ശേഷം ഇത് മന്തി മസാലയാണ് കേട്ടോ ഗയ്സ്. അതും ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ക്യാപ്സിക്കൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിട്ടിട്ടുണ്ട്. നമുക്ക് കളറിനായി ഫുഡ് കളർ എടുക്കാം. ഫൈനലി നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കണം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഗയ്സ്. നമ്മുടെ ഈ ചിക്കൻ മസാല എല്ലാം കൂടെ പെരണ്ട് വേണം. ആ രീതിയിൽ നമുക്ക് നല്ല മിക്സ് ആക്കി കൊടുക്കാം. മാഗി ക്യൂബ് എല്ലാം ഇതിലോട്ട് പിടിക്കണം. നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല ഗയ്സ്. മാഗി ക്യൂബ് ഇട്ടുള്ളതുകൊണ്ട് നമുക്ക് ഉപ്പിടണ്ട. ഓൾറെഡി മാഗി ക്യൂബ് ഉപ്പുണ്ട്. നന്നായിട്ട് പരത്തി കൊടുക്കും. നമുക്ക് അടുത്തതായി തിളച്ചു വന്ന വെള്ളത്തിലേക്ക് കുതിർത്തി വെച്ച് അരി ഇടാം. നമുക്ക് ആദ്യമായി അരി ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഞാൻ നേരത്തെ മസാല ഇട്ട് വെച്ച ചിക്കൻ അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം നല്ല പോലെ ചിക്കനിൽ മസാല പിടിച്ചിട്ടുണ്ടായിരിക്കും. അടുത്തതായി നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് ചൂടാണ് ഗയ്സ്. ഇപ്പൊ തന്നെ ചൂടായി വരുന്നുണ്ട്. സോറി ഗയ്സ്, ബട്ടറാണ് കേട്ടോ. നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ബട്ടർ നമ്മുടെ ഇതിനകത്ത് പിടിച്ചിരിക്കുകയാണ്. നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടാം. ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട് ഗയ്സ്. ഇട്ടിട്ടുണ്ട്. ഇതിലെ മസാലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായി ടൊമാറ്റോ പേസ്റ്റ് ആണ് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് സവോളയും മല്ലിച്ചീരയുമാണ്. മല്ലിച്ചീരയിൽ ഇട്ട് കൊടുക്കാം. ഗയ്സ്, നമ്മൾ എല്ലാ മസാലയും ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് നമ്മൾ ചിക്കൻ ഒന്ന് വേവാൻ വെക്കാം. 10 മിനിറ്റോളം വെന്ത ചിക്കൻ നമുക്കൊന്ന് തിരിച്ചിടാം. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിന് നല്ല ചൂടുണ്ട് ഗയ്സ്. ചോറ് മുഴുവനും ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുങ്കുമപ്പൊടിയും
പാലും മിക്സാക്കിയ വെള്ളമാണ്. കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇത് മന്തി മസാലയാണ്, ഇതും കുറച്ചിട്ട് കൊടുക്കാം. ശേഷം ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം, കുത്തി വെച്ച് കൊടുക്കാം ഗൈസ്. ഫൈനലി നമുക്ക് നമ്മുടെ കനലും കൂടെ വെച്ച് കൊടുക്കാം. ഈ കനലൊക്കെ കത്തിക്കാൻ എൻ്റെ ഉമ്മയാണ് എന്നെ സഹായിച്ചത് കേട്ടോ. നമുക്ക് കുറച്ച് എണ്ണയും കൂടെ കനലിനകത്ത് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇനി ഇത് മൂടി വെക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസ് അവസാനമായി നമ്മുടെ മന്തി പ്ലേറ്റിലാക്കിയിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.